ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. രാജ്യാന്തര ചലച്ചിത്ര മേള തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിൽ 19 ചിത്രങ്ങൾ ഒഴിവാക്കാൻ, പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നു. എന്താണ് ഇത്തരമൊരു നിരോധനത്തിന് കാരണം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല എന്നാണ് കേരള ചലച്ചിത്ര അക്കാദമി പറയുന്നത്. പക്ഷേ ഇത് ഭീതിപ്പെടുത്തുന്ന എന്നാണ് CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചത്. എന്തായാലും ഉദ്ഘാടന ചിത്രം, അതായത് പ്രദർശിപ്പിച്ച ചിത്രം തന്നെ ഇനി മറ്റു തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുകൂടിയുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റേതായി വന്നു. പക്ഷേ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. അവിടെ ഓഡിയൻസൊക്കെ പ്രതിഷേധിച്ചു, എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ 19 ചിത്രങ്ങൾക്ക് നിരോധനം നിലനിൽക്കുന്നു. എന്താണ് കാരണമെന്ന് ഇപ്പോഴും അറിയില്ല. കലാപ്രവർത്തനങ്ങളോട് ഈ ഒരു നിലപാട് ശരിയോ എന്ന ചോദ്യത്തോടെ പ്രൈം ടൈം ആരംഭിക്കുന്നു. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. വാർത്തകളിലേക്ക് ഞാൻ കടക്കുന്നു. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഫോണിൽ ബന്ധപ്പെട്ട ശ്രീലക്ഷ്മി ആരാണ് എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു. ശ്രീലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിക്കുന്നു. കോടതി അതിൽ സംശയം പ്രകടിപ്പിച്ചു. അതേസമയം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കം സർക്കാർ ഊർജിതമാക്കി. ഒരാഴ്ചയ്ക്കകം അപ്പീൽ കൊടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. നടിയെ ആക്രമിക്കുമ്പോൾ ഓടുന്ന വാഹനത്തിലിരുന്ന് പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണെന്നാണ് കോടതിയുടെ ചോദ്യം. സംഭവം നടക്കുന്നതിന് മുൻപും സംഭവത്തിന് ശേഷവും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും കോളുകളും വന്നു. ഇവരെ കേസിൽ സാക്ഷിയാക്കുകയോ ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കുകയോ ചെയ്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ഈ സ്ത്രീ പിന്നീട് സംസാരിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മാഡം കൊട്ടേഷൻ തന്നു. ഈ മൊഴിയുള്ള സ്ഥിതിക്ക് ഇവരെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. മാഡം ആരാണെന്നും അന്വേഷണം നടത്തിയിട്ടില്ല. കേസിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ പ്രോസിക്യൂഷൻ ആരംഭിച്ചു. നിയമോപദേശം ലഭിച്ച ശേഷം സർക്കാർ അനുമതിക്ക് വേണ്ടി നൽകും. 10 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനാണ് നീക്കം. കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളും ഉടൻ കോടതിയെ സമീപിക്കും. വിചാരണ കോടതി ജഡ്ജിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ നിവേദനം നൽകി. അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ടുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് കോടതി. പ്രതികൾ മൊബൈൽ ഫോൺ നശിപ്പിച്ച കായലിൽ കളഞ്ഞു എന്നാണ് അന്വേഷണ സംഘം മഹസർ രേഖപ്പെടുത്തിയത്. എന്നാൽ അന്തിമ റിപ്പോർട്ടിൽ ഫോൺ കണ്ടെത്താൻ അന്വേഷണം വേണം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും പൊരുത്തപ്പെടുന്നില്ല എന്ന വിധിയിൽ കോടതി വ്യക്തമാക്കുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, കായലിൽ പോയ മൊബൈൽ തിരിച്ചെടുക്കണം എന്നാണോ ഇവർ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്, അതോ ഫോൺ എവിടെ പോയി എന്ന് ഉറപ്പില്ല എന്നാണോ പോലീസിന്റെ നിഗമനം? എസ്കെൻ, ഗുഡ് ഈവനിങ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു എവിഡന്റ് ആണ് ആ മൊബൈൽ ഫോൺ, ആ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കളറ്, അതിൻ്റെ ബ്രാൻഡ് ഏതൊക്കെയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആദ്യം അതൊരു റെഡ്മി ഫോണാണെന്ന് പറഞ്ഞു, പിന്നീട് അതൊരു സാംസങ് ഫോണാണെന്ന് പറയുന്നു. ആദ്യം വൈറ്റ് കളറാണെന്ന് പറഞ്ഞു, പിന്നീട് അതൊരു ഗ്രേ കളറാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം എത്തിയത് ഈ കേസിൽ നേരത്തെ പ്രതി ചേർക്കപ്പെട്ട ഒരു അഭിഭാഷകൻ, ആ അഭിഭാഷകൻ ആ ഫോണ് നശിപ്പിച്ച് ഒരു കായലിൽ കളഞ്ഞു എന്നുള്ളതായിരുന്നു അവരുടെ വിലയിരുത്തൽ. പക്ഷേ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം തന്നെ പറയുന്നു ഈ ഫോൺ വീണ്ടെടുക്കാനുള്ള അന്വേഷണം നടത്തണമെന്ന്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. ഇപ്പോൾ ഈ ഫോൺ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും അത് സാധൂകരിക്കുന്ന തെളിവുകൾ, ഇപ്പോൾ നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ പോലും അത് സാധൂകരിക്കുന്ന തെളിവുകളോ മൊഴികളോ അത് തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ കേസിൽ ഡിജിറ്റൽ തെളിവുകൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, ഈ ഗാഡ്ജറ്റ്സുകളുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഗൂഢാലോചന പോലുള്ള കേസിലാണ് ഇത്തരം പ്രധാനപ്പെട്ട എവിഡന്റ് അത് ഇല്ലാതാകുന്നത്. അതില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ അത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് നിലവിൽ നമുക്ക് ആ വിധിന്യായം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആ ഫോൺ ഇപ്പോഴും ഒരു എന്താ പറയുക അദൃശ്യമായി തുടരുകയാണ്. അതിൻ്റെ കാര്യത്തിൽ അത് കായലിൽ കളഞ്ഞോ അതല്ല എങ്കിൽ അത് ഇപ്പോഴും ഉണ്ടോ എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. ആ ദൃശ്യങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ സുരക്ഷിതമാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ഫോണ് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അത് നശിപ്പിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ പ്രോസിക്യൂഷനില്ല. അതാണ് കോടതി വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിയിട്ടുള്ളത്. എസ് കെ. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. നീന മാർട്ടിൻ ചോദിക്കുന്നത് ഇതേ ഡ്രസ്സായിരുന്നു എന്ന് ചോദിക്കുന്നു. ഇതേ ഡ്രസ്സായിരുന്നില്ല.
മറ്റൊരു വാർത്തയിലേക്ക് അതിജീവിതയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് ഒടുവിൽ ജാമ്യം കിട്ടി. 16 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം പൂർത്തിയായതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷമാണ് ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി വന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റു കേസുകളിൽ അകപ്പെടാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. വൈകിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും രാഹുൽ മോചിതനായി. ശബരിമല വിഷയം ചർച്ചയാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സർക്കാർ തന്നെ ജയിലിലടച്ചെന്ന് രാഹുൽ ഈശ്വർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീപീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. അന്വേഷണവുമായി സഹകരിക്കാത്തതിനാൽ 2 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷൻ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇത്രയും ദിവസത്തിന് ശേഷം ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡി എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ 2 തവണ തള്ളിയിരുന്നു. തുടർന്നാണ് ഇന്ന് വീണ്ടും ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. ഈ കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമുയർത്തി പാർലമെന്റ് കവാടത്തിൽ കേരളത്തിലെ UDF എംപിമാരുടെ പ്രതിഷേധമുണ്ടായി. സ്വർണ്ണക്കൊള്ള കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് അവരുടെ ആവശ്യം. അതേസമയം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യുന്ന ബില്ല് അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡായ പാരഡി ഗാനം പാർലമെന്റ് കവാടത്തിലും മുഴങ്ങി. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിലാണ് ഇരു സഭകളിലെയും UDF എംപിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചത്. ഇപ്പോൾ പുറത്തു വരുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് മാത്രം ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതൊരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് കണ്ടിട്ടുള്ളത്. സമാനമായി കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നേ മതിയാവൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ തലത്തിൽ പ്രചാരണമാക്കാനാണ് UDF തീരുമാനം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്ത ബില്ലടക്കം 4 ബില്ലുകൾ ഉച്ചയോടെ ലോക്സഭയുടെ അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ല് ഇന്ന് അവതരിപ്പിച്ചില്ല. തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിപ്പിച്ചും പദ്ധതിയിൽ 60:40 അനുപാതത്തിൽ സംസ്ഥാന വിഹിതം ഉൾപ്പെടുത്തിയുമുള്ള ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്തുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതിയെ മറ്റൊരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്നു. റാംജി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനിരിക്കുന്ന ബില്ലാണ്. NDA സഖ്യകക്ഷിയായ TDPയുടെ ആശങ്ക പരിഗണിച്ചാണ് ബില്ല് ഇന്ന് അവതരിപ്പിക്കാതിരുന്നതെന്നാണ് സൂചന. അതേസമയം ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. ലോക്സഭയിൽ BJP എംപിമാർക്ക് വെള്ളിയാഴ്ച വരെ വിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് അവതരിപ്പിച്ച റദ്ദാക്കൽ ഭേദഗതി ബിൽ, SSA ഭേദഗതി ചെയ്തുള്ള വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ല്, ആണവോർജ്ജ സുസ്ഥിര ഉപയോഗ പുരോഗതി ബിൽ എന്നിവ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയിൽ വിശദ പരിശോധനയ്ക്ക് SIT തയ്യാറെടുക്കുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയിൽ വ്യവസായിയെ സമീപിക്കുന്നതിൽ ഉൾപ്പെടെ രഹസ്യ സ്വഭാവം നിലനിർത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമെന്ന ആരോപണത്തിലും അന്വേഷണ സംഘം വിശദ പരിശോധന നടത്തും. തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ മുഴുവൻ കാര്യങ്ങളും പുറത്തുവരുമെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്ത ശേഷം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്നലെ ഞാൻ SITയുടെ മുമ്പിൽ മൊഴി കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുതന്നെയായിരുന്നു. എവിടെ ഈ സ്വർണം? ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകണം. തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമിക്കണം. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. കേസിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു, ഉന്നതന്മാർ ഇനിയും
ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആ ഉന്നതന്മാരിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് അന്വേഷണ സംഘത്തിൻ്റെ മുകളിൽ സർക്കാരിൻ്റെ നിയന്ത്രണം ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനിടെ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും 2 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടളപ്പാളി കേസിലും മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പക്കേസിലുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും വിജിലൻസ് കോടതി തള്ളി. സുധീഷിനല്ല, തിരുവാഭരണം കമ്മീഷണർക്കാണ് ഉത്തരവാദിത്തമെന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിനും പങ്കുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മിനി ബാബുവിനൊരു വിഷമം, പനി പിടിച്ചനങ്ങാൻ വയ്യ. എങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ വന്നതാ സ്മാർട്ട് ഫോണിൻ്റെ കാര്യം എന്തായി എന്നറിയാൻ വേണ്ടി. അതായിട്ടില്ല. അപ്പോൾ എപ്പോഴാണത് നമുക്കതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയുക എന്നുള്ള കാര്യം വൈകാതെ നിങ്ങളെ അറിയിക്കാം. ഇനി ഒരു അപകടത്തിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊട്ടാരക്കര നിലമേലിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ ബിജു ചന്ദ്രൻ, സതീഷ് എന്നിവരാണ് മരിച്ചത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പരിക്കേറ്റ 7 വയസ്സുകാരൻ്റെ നില ഗുരുതരമാണെന്നും വിവരമുണ്ട്. കൊല്ലത്തുനിന്ന് അരുൺരാജ് ടെലിഫോണിൽ ചേരുന്നു. അരുൺരാജ്, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകിട്ട് 6:30 കൊല്ലം നിലമേൽ വാഴോട് വെച്ച് ഈ കാറും KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. അയ്യപ്പ ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന തിരുവനന്തപുരം പൂജപ്പുര പുന്നാമുകൾ സ്വദേശികളായ ബിച്ചു ചന്ദ്രൻ, സതീഷ് എന്നിവരാണ് നിലവിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കാറിനുള്ളിലുണ്ടായിരുന്ന 7 വയസ്സുകാരൻ ദേവപ്രയാഗിന്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിൽ കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകരുകയും ചെയ്തു. കടക്കിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് ഈ കാറിന്റെ മുൻ സീറ്റിൽ നിന്നവരെ പുറത്തെടുത്തത്. ഈ 3 പേരെയും വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ദേവപ്രക ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം MC റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോഴാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ചടയമംഗലം പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പട്ടാമ്പി തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 4 പഞ്ചായത്തുകളിൽ പന്നി ഇറച്ചി വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. അടിയന്തരമായി ഈ കാര്യം നമ്മോട് സംസാരിക്കാൻ ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ഷംന, വിവരങ്ങൾ. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് പന്നിപ്പനി സ്ഥിരീകരിക്കുന്നത്. അത് സമീപത്തെ ഫാമുകളിൽ ഉൾപ്പെടെ പന്നികൾ കൂട്ടത്തോടുകൂടി ചാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് പരിശോധന നടത്തുന്നത്. ഈ പാലക്കാട് തിരുമറ്റക്കോട് പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. തിരുമറ്റക്കോട്, നാഗർശ്ശേരി, തൃത്താല, ചാലിശ്ശേരി എന്നിവിടങ്ങളിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരം നിയന്ത്രണം എന്നാണ് അധികൃതർ പറയുന്നത്. ഒപ്പം തന്നെ രോഗം സ്ഥിരീകരിച്ച പന്നി ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും ഒപ്പം തന്നെ 10 കിലോമീറ്റർ ചുറ്റളവ് ഉൾപ്പെടുന്ന 4 ഗ്രാമപഞ്ചായത്തുകളെ രോഗനിരീക്ഷണ മേഖലയായിട്ടും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നടത്തരുത്, പൂർണ്ണമായും അത് നിർത്തിവെക്കണമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പന്നികൾ കൂട്ടത്തോടു കൂടി ചാവുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടക്കുന്നതും ഈ പന്നിപ്പനി സ്ഥിരീകരിക്കുന്നതും. SK. ഐഷത്തുൽ ഷംന. ജമ്മു കാശ്മീരിലെ ഉദംപൂരിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇപ്പോൾ 3 ഭീകരർ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി വിവരം. സംയുക്ത സേന ഈ പ്രദേശം വളഞ്ഞു കഴിഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. SK, ജമ്മു കശ്മീർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്ധംപൂരിൽ സുരക്ഷാ സേന തെരച്ചിൽ ആരംഭിച്ചത്. തുടർന്ന് ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരർ ഈ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ സേന തിരിച്ചടിച്ചു. 3 ജെയ്ഷെ ബന്ധമുള്ള ഭീകരവാദികൾ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് രഹസ്യ വിവരം ജമ്മു കശ്മീർ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവർ അതിർത്തി കടന്നെത്തിയ പാക് ഭീകരവാദികൾ ഉൾപ്പെട്ട സംഘമാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് എന്നുമാണ് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം. മഞ്ഞുകാലത്തിന്റെ മറവിൽ പാകിസ്ഥാനിൽ നിന്നും ഈ ലോഞ്ച് പാഡുകളിൽ നിന്നും ഭീകരവാദികൾ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുകയായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ ഭീകരവാദികളുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള രഹസ്യ വിവരം ലഭിച്ചത്. ഈ സോയം ഗ്രാമത്തിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഈ പ്രദേശം ഇപ്പോൾ സുരക്ഷാ സേന വളഞ്ഞിരിക്കുകയാണ്. ജമ്മു കശ്മീർ പോലീസും സൈന്യവും ഒപ്പം തന്നെ CRPF അടങ്ങുന്ന സംഘമാണ് ഈ പ്രദേശം വളഞ്ഞിരിക്കുന്നത്. SK. താങ്ക് യു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് CPIM.
ശബരിമല സ്വർണ്ണക്കൊള്ളയും ഫലത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ. ജില്ലാ ഘടകങ്ങൾ യോഗം ചേർന്ന് തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് പാർട്ടി പറയുന്നു. ഇടതുമുന്നണിയുടെ അടിത്തറ ഭദ്രമാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ കറക്റ്റാക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത്. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള തിരിച്ചടി ഉണ്ടായെങ്കിലും ജനവിധി സർക്കാരിനെതിരില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയ വോട്ടിംഗ് നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ പകുതി നേടാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് CPIMന്റെ വാദം. ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിലില്ല. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒന്നും ഒരു പ്രശ്നം ഞങ്ങൾ കണ്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയും മുന്നണിക്കെതിരായ ജനവിധിയെ സ്വാധീനിച്ചതായി CPIM കാണുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള സ്വാധീനം ചെലുത്തിയിരുന്നെങ്കിൽ BJP ഇതിലും വലിയ നേട്ടമുണ്ടാക്കുമായിരുന്നു എന്നാണ് CPIMന്റെ തിയറി. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. BJP യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തെന്താണുള്ളത്? വളരെ ദയനീയമായ രീതിയിലല്ലേ ഉണ്ടായത്. അവർക്ക് ഉണ്ടായിരുന്നു തന്നെ പോവല്ലേ ഇത്. അവരെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ തൃശ്ശൂർ. ന്യൂനപക്ഷ വോട്ടുകൾ എതിരായെന്ന് വിലയിരുത്താനും CPIM തയ്യാറല്ല. തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റികൾ ചേരും. ജില്ലാ യോഗങ്ങൾക്ക് ശേഷം ഈ മാസം 27-നും 28-നും ചേരുന്ന സംസ്ഥാന സമിതി ഫലം വിശദമായി വിലയിരുത്തി അന്തിമ നിഗമനങ്ങളിലെത്തും. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CPI. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് ഒറ്റയാൾ പട്ടാളമായെന്ന് CPI നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. മുന്നണിയിലോ പാർട്ടിയിലോ കൂട്ടായ ചർച്ചയും നടക്കുന്നില്ല. വ്യക്തികൾ മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ തിരുത്തപ്പെടുന്നില്ലെന്നും വിമർശനമുയർന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി R. ശ്രീജിത്ത് ചേരുന്നു. CPI നിർദ്ദയമായ വിമർശനമുയർത്തുവാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ശ്രീജിത്ത്? SKM തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPIയുടെ നേതൃയോഗങ്ങളിൽ ഉയർന്ന പ്രധാനപ്പെട്ട നിഗമനങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിമർശനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയാൾ പട്ടാളത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. മുഖ്യമന്ത്രി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയോ നടപടികളെപ്പറ്റിയോ പാർട്ടിയിലോ മുന്നണിയിലോ സർക്കാരിലോ കൂട്ടായ ചർച്ച നടക്കുന്നില്ല എന്ന വിമർശനമാണ് CPI നേതൃയോഗത്തിൽ ഉയർന്നത്. വ്യക്തികൾ ഇത്തരം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ധാരാളം പോരായ്മകൾ വരും. ആ പോരായ്മകൾ തിരുത്തപ്പെടുന്ന ഒരു സംവിധാനവും നിലവിലില്ല, ചർച്ചയില്ലാത്തതുകൊണ്ട് എന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. CPIയുടെ സംസ്ഥാന നേതൃനിരയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഈ വിമർശനം ഉന്നയിച്ചത്. ഭരണവിരുദ്ധ വികാരം അല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തോൽവിക്ക് കാരണമെന്ന CPIMന്റെ നിഗമനത്തെയും CPI പാടെ തള്ളിക്കളയുന്നു. ഭരണവിരുദ്ധ വികാരം ഏറിയും കുറഞ്ഞുമൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സർക്കാരിൻ്റെ മുൻഗണനാ ക്രമത്തെ സംബന്ധിച്ച് ഇപ്പോഴും വിമർശനങ്ങൾ താഴെത്തട്ടിൽ ജനങ്ങൾക്കുണ്ട്. സർക്കാരിൻ്റെ പെൻഷൻ നൽകുന്ന കാര്യം ശരിയാണെങ്കിൽ പോലും മറ്റ് ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തനത്തിൽ പിന്നിൽ പോരായ്മകളുണ്ട്. അത് തിരുത്തപ്പെടുന്നില്ല. ഇക്കാര്യത്തിൽ CPI ചർച്ച നടക്കണമെന്നാണ് പൊതുവിൽ ഉയർന്ന ഒരു ആവശ്യം. ഇതോടൊപ്പം തന്നെ സർക്കാർ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇല്ല എന്ന CPIMന്റെ നിഗമനത്തെയും CPI തള്ളിക്കളയുന്നുണ്ട്. മതന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കുന്നതിൽ കോൺഗ്രസും UDFും വിജയിച്ചു. അക്കാര്യത്തിൽ കോൺഗ്രസും ലീഗുമാണ് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. മലബാറിൽ ലീഗ് തന്നെയാണ് ഇത്തരം നടപടികൾക്ക് മുൻകൈയെടുത്തത്. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ പല സംഘടനകളെയും പിന്തുണ ഇത്തവണ കോൺഗ്രസിനും UDFിനുമായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യത്തിലെല്ലാം അതായത് ഇത്തരം തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതൊന്നും കടുത്ത രീതിയിൽ പോകരുത്, നിയന്ത്രണം വിട്ട് പോകരുത് നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുക്കുന്നു. മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പുറത്തേക്ക് പോയാൽ അത് CPI ബന്ധത്തെ ബാധിക്കും. അത് പാർട്ടിയുടെ നിലവിലുള്ള അവസ്ഥയെയും ബാധിക്കുമെന്ന നിർദ്ദേശവും CPI സംസ്ഥാന നേതൃത്വം യോഗങ്ങളിൽ നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് പ്രശ്നങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കണമെന്ന തീരുമാനമാണ് ഇപ്പോൾ CPI സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ശ്രീജിത്ത്. നസീം നാസ് പറയുന്നത് നിലവിലുണ്ടായ KSRTC കാർ ആക്സിഡൻറ്റിൽ ഞാനൊരു യാത്രക്കാരനായിരുന്നു. ബസ്സിൽ ചെറിയ പരിക്ക് എനിക്കും പറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. KSRTC തിരുവനന്തപുരം തൊട്ടിൽപ്പാലം ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണത്തെ ചൊല്ലി UDFിൽ ഭിന്നാഭിപ്രായം ഉയർന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി പ്രവേശനത്തെ തുറന്നെതിർക്കുകയാണ് PJ ജോസഫ് വിഭാഗം. അതേസമയം മുന്നണി വിപുലീകരിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് നേതാക്കളും ഇന്ന് പ്രതികരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിട്ടും ജോസ് കെ മാണിയെയും പാർട്ടിയെയും മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ഇക്കാലം അത്രയും UDFിൽ ഉന്നയിച്ച വിമർശനം
ജോസഫ് വിഭാഗം നേതാക്കൾ പരസ്യമാക്കി. KPCC പ്രസിഡന്റ് ഒന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നില്ല. ഈ വലിയ മുന്നേറ്റമുള്ളപ്പം ആ മുന്നേറ്റം തുടരാൻ അവർ വേണമെന്നില്ല. ഇപ്പൊ ജോസ് കെ മാണിയുടെ പാർട്ടി ഇതുപോലെ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പം അവരുടെ പുറകെ നടക്കേണ്ട ഗതികേട് ഇപ്പൊ UDF നുണ്ടോ? അതേസമയം ഘടകകക്ഷികളെ കൊണ്ടുവരുന്ന കാര്യം UDF ചർച്ച ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. വിപുലീകരിക്കപ്പെടും പലതരത്തിൽ. ആദ്യം ചിലപ്പോൾ LDF ഘടകകക്ഷികളുണ്ടാവും, NDA ഘടകകക്ഷികളുണ്ടാവും, ഇതിലൊന്നും പെടാത്ത വേറൊരു പൊതുസമൂഹത്തിൽപ്പെട്ട പലരും ഉണ്ടാവും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതേ അഭിപ്രായമാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കും. ഇപ്പൊ തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം. UDF-ലേക്ക് മടങ്ങിപ്പോകില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേരള കോൺഗ്രസ് M. പരസ്യ പ്രതികരണങ്ങൾ വിഷയത്തിൽ നടത്തേണ്ടതില്ലെന്നും കേരള കോൺഗ്രസ് M നേതാക്കൾ പറയുന്നു. 24 കോട്ടയം. തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതിയെ തീരുമാനിക്കാൻ മുന്നണികളിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷിനും R ശ്രീലേഖയ്ക്കും മുൻഗണനയുണ്ട്. അടുത്ത ഞായറാഴ്ചയാണ് പുതിയ ഭരണസമിതിയെ ചുമതലയേൽക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ്, R ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് BJP നേതൃത്വത്തിന്റെ പരിഗണനയിൽ. ജയിച്ചെത്തിയ 2 സ്വതന്ത്രരെ ഒപ്പം നിർത്താൻ BJP നീക്കം നടത്തുന്നുണ്ട്. സ്വതന്ത്രന്മാർക്ക് പിന്തുണ നൽകി ഭരണം പിടിക്കാനുള്ള നീക്കം തൽക്കാലം വേണ്ടെന്നാണ് CPIM തീരുമാനം. നേമത്തു നിന്ന് വിജയിച്ച MR ഗോപന്റെ പേരും മേയർ സ്ഥാനത്ത് പരിഗണനാ പട്ടികയിൽ ഉണ്ട്. കൊച്ചി കോർപ്പറേഷൻ മേയറായി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. മേയർ സ്ഥാനത്തേക്ക് പാർട്ടി തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിലെ ഡെപ്യൂട്ടി മേയറായ P ഇന്ദിര 24നോട് പറഞ്ഞു. പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. പാർട്ടിയുടെ തീരുമാനത്തിന് വിട്ടു നൽകിയിട്ടുള്ളത്. പാർട്ടി എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഡെപ്യൂട്ടി മേയർ വരെ ആയിട്ടുള്ളത് പാർട്ടി എനിക്ക് തന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ലാലി ജെയിംസ്, സുബി ബാബു, നിജി ജസ്റ്റിൻ എന്നിവരുടെ പേരുകളാണ് തൃശൂർ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്. തർക്കമുള്ളതിനാൽ ടേം വ്യവസ്ഥ കൊണ്ടുവരാനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഡോക്ടർ S ജയശ്രീയെയാണ് മേയർ സ്ഥാനത്തേക്ക് CPIM പരിഗണിക്കുന്നത്. അതേസമയം മുൻ MLA ഡോക്ടർ R ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. CPIM-ഉം CPI-യും 2.5 വർഷം വീതം പ്രസിഡന്റ് പദം പങ്കിടും. ന്യൂസ് ഡെസ്ക് 24. ഒളിവ് ജീവിതം വൈകാതെ അവസാനിപ്പിക്കുമെന്ന് കോഴിക്കോട് ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാനും താമരശ്ശേരി പഞ്ചായത്ത് നിയുക്ത അംഗവുമായ ബാബു കുടുക്കിൽ. കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. സമരം അക്രമത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നും ബാബു കുടുക്കിൽ 24നോട്. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവുമായി കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാന്റെ റിപ്പോർട്ട്. സമീപകാലത്ത് കോഴിക്കോട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട്. അതിൽ സമരസമിതി ചെയർമാനായിട്ടുള്ള ബാബു കുടുക്കിൽ, അദ്ദേഹം ഒളിവിലായിരുന്നു. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വന്നു ചേരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നു. വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയാണ്. താമരശ്ശേരി പഞ്ചായത്ത് 11-ാം വാർഡ് കരിങ്ങമണ്ണ വാർഡിൽ നിന്നാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത്. ഞാൻ വാർഡിലേക്ക് പോയിട്ടില്ല. വാർഡിലെ ഒരു വോട്ടറെ പോലും നേരിട്ടോ ഫോണിലോ ബന്ധപ്പെട്ടിട്ടില്ല. അവിടുത്തെ ജനങ്ങൾ അവരോരോരുത്തരും സ്ഥാനാർത്ഥിയായി അവർ പ്രചാരണം നടത്തി. അവരാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എൻ്റെ പാർട്ടിയെയും എൻ്റെ പാർട്ടി നിയോഗിച്ച എന്നെയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾക്കെതിരെ ഈ ഫ്രഷ് കട്ട് കൊടുത്തൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാനായോ? എന്താണ് തീരുമാനം? ഒരു കേസ് കൂടി. കാരണം ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ അവിടെ ഏതോ CCTV പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഗൾഫിൽ സമയത്ത് ഇട്ടൊരു കേസാണ്. അപ്പോൾ ആ കേസ് കൂടി നിലനിൽക്കുന്നുണ്ട്. പിന്നെ 1-2 പെറ്റി കേസുകൾ, പിന്നെ വൈതടിയൽ തടഞ്ഞു എന്നുള്ള ഫ്രഷ് കട്ട് കൊടുത്ത കേസുകൾ എന്നാണ് ഇനി നിലനിൽക്കുന്നത്. അത് നാളത്തോട് കൂടിയിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതുകൂടി തീർത്തിട്ട് വാർഡിലേക്ക് ഇറങ്ങി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട്, പിന്നെ അതുപോലെ ഒരുപാട് ഒളിവിൽ കഴിയുന്നവരെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ താമരശ്ശേരി പഞ്ചായത്ത് UDF ആണ് നേടിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഫ്രഷ് കട്ട് എന്ന ആ കമ്പനി അവിടുന്ന് മാറ്റുന്നത് വരെ ഈ സമരവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ജനാധിപത്യ രീതിയിലുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത്രയും കാലം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഒളിവിലായിരുന്നു. ഇനിയും അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്. അപ്പം ആ കേസുകൾ തീരുന്ന മുറയ്ക്ക് അദ്ദേഹം വാർഡുകളിലെത്തുകയും ആളുകൾക്കിടയിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, ഒപ്പം തന്നെ സമരസമിതി ചെയർമാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കാഴ്ചവെക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. വിഷ്ണു കേച്ചേരിക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ കോട്ടയം ചെറുവള്ളിയിലെ ജഡ്ജിയമ്മാവൻ കോവിലിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുക. ജഡ്ജിയമ്മാവൻ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ കേസ് സംബന്ധമായ കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കും എന്നാണ് വിശ്വാസം. ലിറ്റിഗേഷനൊക്കെ അവിടെ അവസാനിപ്പിക്കും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഇങ്ങനൊരു ക്ഷേത്രമുണ്ട് എന്നുള്ളത് പുതിയൊരു അറിവാണ്, പറയും. ജഡ്ജിയമ്മൻ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ കോടതി വ്യവഹാരങ്ങളിൽ പെട്ടുകിടക്കുന്ന ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് ചെറുവള്ളി ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോവിൽ എന്നാണ് നമുക്ക് പറയാറുള്ളത്. ചെറുവള്ളി ദേവീക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോവിലാണ്. അവിടെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ പൂജകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ കോവിൽ, ജഡ്ജിയമ്മൻ കോവിൽ തുറക്കുന്നത്. അപ്പോൾ അവിടെ എത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തിയതാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ ഈ ചടങ്ങുകൾ കഴിയാത്തത് കൊണ്ട് അവിടെ കാത്തിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം കാത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേസിൽ പെട്ടുകിടന്ന ദിലീപ് ഈ ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടിരുന്നതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കൂടി എത്തിയിരിക്കുന്നു. രാവിലെ നമ്മൾ കണ്ടതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കുന്ന അതിനുശേഷം ഒരു സ്കൂട്ടറിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് കണ്ടതാണ്. എന്തായാലും ശബരിമലയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജഡ്ജിയമ്മൻ കോവിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രാർത്ഥിക്കാനുള്ളതൊക്കെ ഇക്കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങളെല്ലാം പുറത്ത് കാത്തു നിൽക്കുന്നുമുണ്ട്. എന്തായാലും പുറത്തിറങ്ങിയ രാഹുൽ എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ പ്രതികരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. നിലവിൽ ഈ കേസുകളെല്ലാം വന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ, ഈ കോവിലിലേക്ക് രാഹുൽ എത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു. ടോബി ജോൺസണാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. പത്തനംതിട്ട ആനപ്പാറയിൽ 17-കാരിയെ ഭീഷണിപ്പെടുത്തി നഗ്ന ഫോട്ടോ എടുത്ത പ്രതി അറസ്റ്റിലായി. ആനപ്പാറ സ്വദേശി രാഹുൽ മധുവാണ് അറസ്റ്റിലായത്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. പറയൂ ഷിജോ. 20 വയസ്സുള്ള ആനപ്പാറ സ്വദേശി രാഹുൽ മധുവാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഫോട്ടോകൾ, നഗ്ന ഫോട്ടോകൾ ചോദിച്ചു വാങ്ങുകയും അത് വെബ്സൈറ്റിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഈ സംഭവത്തിലാണ് 20 വയസ്സുകാരനായിട്ടുള്ള രാഹുൽ മധുവിനെ ചിറ്റാർ പോലീസ് പിടികൂടുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. 17 വയസ്സുകാരിയായ പെൺകുട്ടിയുമായിട്ട് രാഹുൽ വാട്സപ്പിലൂടെ സൗഹൃദത്തിലാവുകയും പിന്നീട് ഈ പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. ഈ പെൺകുട്ടി നഗ്ന ഫോട്ടോകൾ അയച്ചു കൊടുത്തതിന് പിന്നാലെ ഈ പെൺകുട്ടിയുടെ ഈ നഗ്ന ചിത്രങ്ങൾ വെബ്സൈറ്റിൽ രാഹുൽ മധു അപ്ലോഡ് ചെയ്യുകയും പിന്നീട് ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടിയിൽ നിന്ന് പണം ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ചിറ്റാർ പോലീസ് രാഹുൽ മധുവിനെ പിടികൂടിയ രാഹുൽ മധുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ നിസ്സാരവൽക്കരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുന്നണിയുടെ അടിത്തറ ഭദ്രമെന്നും MV ഗോവിന്ദൻ. ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പാർട്ടി നിലപാട് ജനങ്ങളിലെത്തിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയിൽ ധാരണയായി. ഉത്തരവാദി അവർക്കെതിരായിട്ടുള്ള ശരിയായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഗവൺമെന്റ് എന്ന രീതിയിലും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കും. ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല. A. പത്മകുമാറിനെതിരെ ഉടൻ നടപടിയില്ലെന്ന് ആവർത്തിച്ച MV ഗോവിന്ദൻ. ഭരണവിരുദ്ധ വികാരവും തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന് CPI. മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് ഒറ്റയാൾ പട്ടാളം പോലെയെന്ന CPI നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. മുന്നണിയിലും പാർട്ടിയിലും കൂട്ടായ ചർച്ചകൾ നടക്കുന്നില്ല. വ്യക്തികൾ മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ തിരുത്തപ്പെടുന്നില്ലെന്നും വിമർശനമുയർന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ UDF-ൽ മുന്നണി വിപുലീകരണ ചർച്ചകൾ തുടങ്ങി. കേരള കോൺഗ്രസ് എമ്മിനെ ലക്ഷ്യമിട്ട് അണിയറ നീക്കങ്ങൾ. അതൃപ്തി പരസ്യമാക്കി PJ ജോസഫ് വിഭാഗം. ഐക്യം തകർക്കരുതെന്ന് മോൻസ് ജോസഫ് MLA. ഇപ്പൊ ജോസ് കെ മാണിയുടെ പാർട്ടി ഇതുപോലെ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പം അവരുടെ പുറകെ നടക്കേണ്ട ഗതികേട് ഇപ്പൊ UDF-നുണ്ടോ? ആശയപരമായി യോജിക്കാൻ കഴിയുന്ന പാർട്ടികളെ ഒപ്പം ചേർക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. UDF-ആയിട്ട് യോജിക്കണം. അങ്ങനെ UDF-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു 0 റിസ്ക് ആയി മാറും. UDF-ലേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച കേരള കോൺഗ്രസ് എം. CPM നേതൃത്വത്തിനെതിരെ പരസ്യമായി തുറന്നടിച്ച് മുൻ MLA-യും മുതിർന്ന നേതാവുമായ KC രാജഗോപാലൻ.
പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിലെ 8ാം വാർഡിൽ മത്സരിച്ച തനിക്ക് ഭൂരിപക്ഷം കുറയാൻ കാരണം കോഴഞ്ചേരി ഏരിയ സെക്രട്ടറിയുടെ കഴിവുകേടെന്ന വിമർശനം. പ്ലാനിങ്ങോടുകൂടി എനിക്കും വോട്ട് കുറച്ച് ഈ വാർഡിക്കാരിയായ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറച്ചു. ഏരിയ സെക്രട്ടറിക്ക് അത്രയൊന്നും പ്ലാൻ ചെയ്യാനുള്ള കൽപ്പം ഒന്നുമില്ല. മറ്റു ചിലപ്പോൾ ചെയ്യുന്നവരുമായിരിക്കും. ആരോപണം തള്ളി കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വസ്തുവിരുദ്ധമാണെന്ന് പറഞ്ഞു. കൂടുതൽ മറുപടിയില്ല. പാർട്ടിക്കുള്ളിലാണ് പുള്ളിയുടെ പരാതി പറയേണ്ടത്. പക്ഷെ പുള്ളി ഇത് വാർത്താ സമ്മേളനം നടത്തിയാണ് പറഞ്ഞത്. ആരോപണം വസ്തുതാ വിരുദ്ധമെന്ന് ഏരിയ സെക്രട്ടറി ടി വി സ്റ്റാലിൻ. നടിയെ ആക്രമിച്ച കേസിൽ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. വാഹനത്തിലിരുന്ന് പൾസർ സുനി ഫോണിൽ സംസാരിച്ച ശ്രീലക്ഷ്മി ആരെന്ന ചോദ്യവുമായി കോടതി. 4 തവണ പോലീസിന് മൊഴി നൽകിയിരുന്നെന്ന് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ്. വിചാരണ കോടതി ജഡ്ജിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ വിശദമായ പരിശോധനയ്ക്ക് SIT. അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് ബന്ധമെന്ന് വെളിപ്പെടുത്തിയ വ്യവസായിയിൽ നിന്ന് വിവരങ്ങൾ തേടും. പാർലമെന്റ് മുന്നിൽ UDF MPമാരുടെ പ്രതിഷേധം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിനുള്ള വിലക്ക് തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് കോടതി മാറ്റി. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചു. രാഹുൽ പുറത്തിറങ്ങിയത് 16 ദിവസത്തിന് ശേഷം. ശബരിമല വിഷയം ചർച്ചയാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തന്നെ ജയിലിൽ അടച്ചുവെന്ന് രാഹുൽ ഈശ്വർ പരാതിപ്പെട്ടു. വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. മുൻ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടെന്ന പോലീസ് കോടതിയിൽ. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ നിന്ന് 19 സിനിമകൾ ഒഴിവാക്കാനുള്ള കേന്ദ്ര നിർദ്ദേശ വിവാദമുണ്ടായി. 2 സിനിമകൾ ഇന്നലെ സ്ക്രീൻ ചെയ്തില്ല. തീരുമാനത്തിനെതിരെ IFFK വേദിയിൽ പ്രതിഷേധമുണ്ടായി. മേളയെ അട്ടിമറിക്കാൻ ശ്രമമെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇത് ഭരണഘടനാദത്തമായ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം കൂടിയാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ പോലും മോഡിയും അമിത്ഷായും കൂടെ ചേർന്ന് അനുവദിക്കുകയില്ല. ക്ഷമിക്കണം, ഒരാളുടെ പേര് വിട്ടുപോയി, മോഹൻ ഭഗത്, RSSന്റെ ചീഫ്. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നു. അതിൻ്റെ അർത്ഥം പിന്നെ പശുവിൻ്റെ ഇറച്ചി എല്ലാവരും കഴിക്കണമെന്നല്ല. അതിൻ്റെ അർത്ഥം അതല്ല. അത് ബീഫ് എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. അതിൽ പശുവിൻ്റെ ഇറച്ചിയെ പറ്റി അല്ല അത്. അതിങ്ങനെ ടൈറ്റിൽ കണ്ടിട്ട് ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സിനിമയെയും മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രിക്കെതിരായ വിവാദ മുദ്രാവാക്യത്തിൽ പാർലമെന്റ് സ്തംഭിച്ചു. കോൺഗ്രസ് നേതാക്കൾ മാപ്പ് പറയണമെന്ന ഭരണപക്ഷം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. BJPയുടെ പുതിയ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ ചുമതലയേറ്റു. BJP ആസ്ഥാനത്ത് വൻ സ്വീകരണവുമായി നേതാക്കൾ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. നിലവിൽ വിനിമയ നിരക്ക് 90.71. സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇന്നൊരു പവന് കൂടിയത് 1080 രൂപയാണ്. ഒരു പവൻ സ്വർണത്തിന് 99,280 രൂപയായി. കൊട്ടാരക്കര നിലമേലിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ ബിജു ചന്ദ്രൻ, സതീഷ് എന്നിവർ. പരിക്കേറ്റ 7 വയസ്സുകാരന്റെ നില ഗുരുതരമായി തുടരുകയാണ്. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ഏറ്റുമുട്ടൽ. 3 ഭീകരർ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി വിവരം. പ്രദേശം വളഞ്ഞ് സംയുക്ത സേന. പുകമഞ്ഞിൽ വലഞ്ഞ് ഡൽഹി. വായു ഗുണനിലവാര സൂചിക ഗുരുതര വിഭാഗത്തിൽ തുടരുന്നു. നിയന്ത്രണങ്ങൾ കടുപ്പിച്ച സംസ്ഥാന സർക്കാർ. പുകമഞ്ഞ് സർവീസുകളെ ബാധിക്കുമെന്നും യാത്രക്കാർ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും വിമാന കമ്പനികൾ. ഒമാനിൽ വൻ ജുവലറി കവർച്ച. ജുവലറി കുത്തി തുറന്ന് 23 കോടി രൂപയിലെ അധികം വില വരുന്ന സ്വർണം കവർന്നെടുത്തു.
ടൂറിസ്റ്റ് വിസയിൽ എത്തിയ 2 യൂറോപ്യൻ വിനോദസഞ്ചാരികൾ അറസ്റ്റിലായി. പ്രതികളെ പിടികൂടിയത് സാഹസികമായി. വയനാട് പച്ചിലക്കാട് പടിക്കം വയലിൽ കടുവയിറങ്ങി. ഈ പ്രദേശത്തെ തോട്ടത്തിൽ കണ്ട കടുവയ്ക്കായി നിരീക്ഷണം വനം വകുപ്പ് ശക്തമാക്കി. ഒച്ചുണ്ടാക്കിയപ്പോൾ തിരിഞ്ഞാൽ നോക്കി, ഇപ്പോൾ കടുവ തന്നെ മനസ്സിലായി. അത് നോക്കിയിട്ട് വലിയ ഒച്ചുണ്ടാക്കിയപ്പോൾ എന്തായി, അത് ഓടി അക്കരെ കുന്നിൽ കയറി. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന തുടരും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് കഠിന തടവും 50,000 രൂപ പിഴയും. ശിക്ഷ വിധിച്ചത് അടൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി. ശിക്ഷിച്ചത് അങ്ങാടിക്കൽ സ്വദേശി വേണുലാലിനെ. കേസിനാസ്പദമായ സംഭവം 2024 മെയ് 11. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ശബരിമലയിൽ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 25 ലക്ഷം കടന്നു. ഇന്ന് വൈകുന്നേരം 4 മണിവരെ 61,000-ലധികം പേർ ദർശനം നടത്തി. മണ്ഡലപൂജയ്ക്കുള്ള തങ്ക അങ്കി ഘോഷയാത്ര ഈ മാസം 23 ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. 26 സന്നിധാനത്ത് എത്തിച്ചേരും. മണ്ഡലപൂജ 27 തീയതി. ഒളിവ് ജീവിതം വൈകാതെ അവസാനിപ്പിക്കുമെന്ന് ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാനും താമരശ്ശേരി പഞ്ചായത്ത് നിയുക്താംഗവുമായ ബാബു കുടുക്കിൽ. കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നുള്ള ഫ്രഷ് കട്ട് കൊടുത്ത കേസുകൾ എന്നാണ് ഇനി നിലനിൽക്കുന്നത്. അത് നാളത്തോട് കൂടിയിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതുകൂടി തീർത്തിട്ട് വാർഡിലേക്ക് ഇറങ്ങി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പിന്നെ ഈ ഫ്രഷ് കട്ട് എന്ന ആ കമ്പനി അവിടുന്ന് മാറ്റുന്നത് വരെ ഈ സമരവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ജനാധിപത്യ രീതിയിലുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സമരം അക്രമത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നും ബാബു കുടുക്കിൽ 24-നോട്. അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. മരിച്ചത് ഷോളയൂരിലെ ദമ്പതികളുടെ കുഞ്ഞ്. പ്രസവം നടന്നത് വീട്ടിൽ. കുഞ്ഞ് ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചെന്ന് ആശുപത്രി അധികൃതർ. റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിച്ച NIA. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഇ തോയ്ബ കമാൻഡർ സാജിദ് ജാട്ട് എന്ന അന്വേഷണ സംഘം. പാക് ഗൂഢാലോചനയെക്കുറിച്ച് പരാമർശിക്കുന്ന കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിരിക്കുന്നത് 7 പേരെ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ജോർദാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ സ്വീകരണം. വിമാനത്താവളത്തിൽ മോദിയെ സ്വീകരിച്ച ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ. സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 4 ദിവസത്തെ സന്ദർശനത്തിൽ എത്യോപ്യയിലും ഒമാനിലും നരേന്ദ്രമോദി എത്തും. വന്യമൃഗ പേടിയിൽ മലയോര ജനത. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ വളർത്തുനായെ അജ്ഞാത ജീവി കടിച്ചു കൊന്നു. കടുവയാണെന്ന് നാട്ടുകാർ. കാസർഗോഡ് കള്ളാർ കോട്ടക്കുന്നിൽ പുലി ചത്ത നിലയിൽ കണ്ടു. വയനാട് പച്ചിലക്കാട് കടുവയിറങ്ങി. ഡ്രോൺ ഉപയോഗിച്ച തെരച്ചിൽ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തനിനിറം പുറത്തുവന്നു. മലപ്പുറത്തും കോഴിക്കോട്ടും പ്രാദേശിക നേതാക്കളുടെ കൊലവിളി. തെന്നലയിൽ വനിതാ ലീഗ് പ്രവർത്തകരെ അധിക്ഷേപിച്ച CPM സ്ഥാനാർത്ഥി. വളവന്നൂരിലും ബേപ്പൂരിലും ഭീഷണി പ്രസംഗം. അനുയായിയെ തല്ലിയവന്റെ കൈയും കാലും വെട്ടുമെന്ന് വളാഞ്ചേരിയിലെ ലീഗ് നേതാവ്. നമ്മുടെ പ്രവർത്തകരുടെ നേരെ കൈയോങ്ങാൻ വന്നിട്ടുണ്ട്. അവരാ വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി. മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDF-ന്റെ പ്രവർത്തകരാണ് പറയുന്നത്. കാസർഗോഡ് മടക്കരയിൽ LDF വിജയാഹ്ലാദ പ്രകടനത്തിനു നേരെ ലീഗ് പ്രവർത്തകർ കല്ലെറിയുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കൊച്ചി മുനമ്പത്ത് അനധികൃത മീൻപിടുത്തം. 3 ബോട്ടുകൾ കസ്റ്റഡിയിലെടുത്ത് മറൈൻ എൻഫോഴ്സ്മെന്റ്. പിടിച്ചെടുത്തവയിൽ ഉപയോഗിക്കാവുന്ന മീനുകളെ ലേലം ചെയ്തു. വിജയൻ പറയുന്നു, SK എഴുന്നേറ്റ് ഇന്ന് വാർത്ത വായിക്കുന്നത് എനിക്കിഷ്ടം. എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു, ഇരുന്നില്ല കേട്ടോ. സംസ്ഥാനത്ത് സർവ്വകാല റെക്കോർഡ് കുറിച്ച് സ്വർണ്ണവില. 1 ലക്ഷത്തിന്റെ തൊട്ടടുത്ത് വന്നു. രാവിലെ പവന് 600 രൂപയും ഉച്ചയ്ക്ക് 480 രൂപയും കൂടിയതോടെ ഇന്ന് ഒരു പവന് കൂടിയത് 1080 രൂപയാണ്. 99,280 രൂപയാണ് ഇപ്പോൾ ഒരു പവന്റെ വില. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണത്തിന്റെ വില ആ രീതിയിൽ മാറിക്കഴിഞ്ഞു. ഡോളറിനെതിരെ റെക്കോർഡ് തകർച്ചയിലാണ് ഇന്ന് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ സാധ്യമാകാത്തതും ഇന്ത്യൻ കയറ്റുമതി തിരിച്ചടി നേരിടുന്നതും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിയുന്നതുമൊക്കെ വിപണികളിൽ പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സ്വർണം, വെള്ളി, ലോഹങ്ങളുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇറക്കുമതിക്കാർ ഡോളർ വാങ്ങിക്കൂട്ടുന്നത് രൂപയ്ക്ക് തിരിച്ചടിയായി. ഡോളറിനെതിരെ 0.3% ഇടിഞ്ഞ് 90 രൂപ 73 പൈസയിലാണ് രൂപ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനമാണ് രൂപ കുറച്ചു നാളുകളായി കാഴ്ചവെക്കുന്നത്.
ഈ വർഷം ഇതുവരെ രൂപയുടെ മൂല്യത്തിലുണ്ടായത് 6.03% ഇടിവാണ്. ആഗോള ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ സ്വർണം സുരക്ഷിത നിക്ഷേപമായി തുടരുന്നത് സ്വർണ്ണവില കുതിപ്പിന് കാരണമായി. പവന് 600 രൂപ കൂടി 98,800 രൂപയിലാണ് രാവിലെ സ്വർണ്ണവ്യാപാരം നടന്നതെങ്കിൽ ഉച്ചയായപ്പോഴേക്കും അത് 480 രൂപ കൂടി ഉയർന്ന് 99,280 രൂപയെന്ന സർവ്വകാല റെക്കോർഡിലെത്തി. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $4,330 ഉയർന്നു. ആഗോള ആഭ്യന്തര വെല്ലുവിളികളെ തുടർന്നുള്ള സമ്മർദ്ദത്തിൽ ഇന്ത്യൻ വിപണികളും ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബിസിനസ് ഡെസ്ക് 24. സരോജൻ പറയുന്നു 24 ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നു. കാരണം നോക്കിയപ്പോൾ കോൺഗ്രസ് എംപിമാർ പാർലമെന്റിൽ കാട്ടിയ നാണംകെട്ട സമരത്തെ ജനങ്ങൾക്ക് മുന്നിൽ കാട്ടാൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ വിഷയം ഉന്നയിക്കാൻ പാർലമെന്റിന് മുന്നിൽ പോകുന്ന നാണംകെട്ട പരിപാടിയായിരുന്നു. അത് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് നമ്മുടെ ഈ മാന്യ പ്രേക്ഷകൻ പറയുന്നത്. അതൊക്കെ വാർത്തയാണല്ലോ. ഒമാനിൽ വൻ ജ്വല്ലറി കവർച്ച. ജ്വല്ലറി കുത്തി തുറന്ന് 23 കോടിയിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സംഭവത്തിൽ ടൂറിസ്റ്റ് വിസയിലെത്തിയ 2 യൂറോപ്യൻ വിനോദസഞ്ചാരികൾ പിടിയിലായി. മസ്കറ്റ് ഗവർണറേറ്റിൽ അൽ ഖുബ്ര പ്രദേശത്തെ ജ്വല്ലറിയിലെ കവർച്ചയുടെ ദൃശ്യങ്ങളാണിത്. ജ്വല്ലറിക്ക് സമീപം മുറിയെടുത്തായിരുന്നു കവർച്ച. ചുമര് തുരന്ന് അകത്തുകയറിയാണ് ആഭരണങ്ങൾ കവർന്നത്. 1 മില്യൺ ഒമാനി റിയാലോളം വരുന്ന ആഭരണവും പണവുമാണ് കവർച്ച നടത്തിയത്. അതായത് 23 കോടിയോളം രൂപ വില വരും. സ്വർണ്ണമൊളിപ്പിച്ച് നാട്ടിലേക്ക് കടക്കാനായിരുന്നു ടൂറിസ്റ്റ് വിസയിലെത്തിയ യൂറോപ്യൻ വിനോദസഞ്ചാരികളുടെ പദ്ധതി. കൃത്യമായ അന്വേഷണത്തിനും ട്രാക്കിങ്ങിനുമൊടുവിൽ റോയൽ ഒമാൻ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യത്തിനുപയോഗിച്ച ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. സിഫ പ്രദേശത്തെ കടൽ തീരത്തൊളിപ്പിച്ചിരുന്ന മോഷ്ടിച്ച ആഭരണങ്ങൾ കണ്ടെടുത്തു. വാടകയ്ക്കെടുത്ത ബോട്ടിലാണ് മോഷ്ടിച്ച ആഭരണങ്ങൾ ബീച്ചിലെത്തിച്ചത്. 24 മസ്കറ്റ്. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ-പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 25 ലക്ഷം കടന്നു. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും തിരക്ക് വർദ്ധിച്ചത്. ഇന്ന് രാത്രി 8 മണിവരെ ദർശനം നടത്തിയത് ഏതാണ്ട് 77,594 ഭക്തർ. സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയവർ 10,000 കടന്നു. മണ്ഡലപൂജയ്ക്കായുള്ള തങ്കയങ്കി ഘോഷയാത്ര ഈ മാസം 23-ന് ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. 26-ന് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. 27-ാം തീയതിയാണ് മണ്ഡലപൂജ. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക്. വയനാട് പച്ചിലക്കാട് പടിക്കം വയലിൽ കടുവ ഇറങ്ങി. ഈ പ്രദേശത്തെ തോട്ടത്തിൽ കണ്ട കടുവയ്ക്കായി വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ പരിശോധന. പടിക്കം വയൽ ഉന്നതിയിലെ ബിനുവാണ് ഇന്ന് രാവിലെ 9 മണിക്ക് കടുവയെ കണ്ടത്. ഒച്ചുണ്ടാക്കിയപ്പോൾ തിരിഞ്ഞാൽ നോക്കി, ഇപ്പോൾ കടുവ തന്നെ മനസ്സിലായി. അത് നോക്കിയിട്ട് എല്ലാം ഒച്ചുണ്ടാക്കിയപ്പോൾ എന്തായി, അത് ഓടി അക്കരെ കുന്നിൽ കയറി. DFO അജിത് കെ രാമന്റെ നേതൃത്വത്തിൽ 5 റേഞ്ച് ഓഫീസർമാർ ഉൾപ്പെടുന്ന സംഘം സ്ഥലത്തെത്തി പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. പനമരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക മുന്നറിയിപ്പ്. പ്രദേശത്ത് വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തി കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും സ്കൂൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് അറിയിക്കുന്നു. കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന കോടഞ്ചേരി സ്വദേശി ബേബിയെ കാണാതായി എന്ന വിവരം പുറത്തുവന്നതോടെ ആശങ്ക ഏറി. ഇദ്ദേഹത്തെ പിന്നീട് കണ്ടെത്തി. ചുറ്റിലും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ആദിവാസി ഊരുകൾ നിറച്ചും ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രയാസം തന്നെയാണ്, ഭീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ 4 വയസ്സുള്ള കടുവ എന്നാണ് നിഗമനം. പൂർണ്ണമായും ജനവാസ മേഖലയിലാണ് കടുവാ സാന്നിധ്യമെന്നത് ആശങ്ക പരത്തുന്നുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടുന്നതടക്കമുള്ള സാധ്യതയാണ് വനം വകുപ്പ് പരിശോധിക്കുന്നത്. ഒന്നുകിൽ വനമേഖലയിൽ മറ്റേതെങ്കിലും കടുവയുമായി മല്ലടിച്ചു തോറ്റ് നാടിറങ്ങിയതാകാം. പ്രജനനകാലമായതിനാൽ ഈ സാധ്യത ഏറെയുണ്ട്. ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ജാഗ്രത തുടരണമെന്നാണ് വനം വകുപ്പിന്റെ നിർദ്ദേശം. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. സുർജിത്ത് അയ്യപ്പത്ത് ഇങ്ങനെ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്നറിയുമോ, സുർജിത്ത് അയ്യപ്പത്തിൻ്റെ ബാക്കിലൊരു ജീവിയെ കാണുന്നു. അതിന് കടുവ വല്ലതുമാണോ എന്ന് സംശയിച്ചു. അതൊരു നായയാണ്.
വയനാട് വെണ്ണിയോട് പുഴയിലെ വലിയ പാലത്തിന് സമീപം 6 അടിയോളം താഴ്ചയുള്ളൊരു കുഴിയിൽ മുതലയെ കണ്ടെത്തി. പോലീസും കമ്പളക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് ഈ മുതലയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണിപ്പോൾ. ആ മുതലയുടെ ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോണിലുണ്ട്. സുർജിത്ത്, എങ്ങനെയാണ് ഈ 6 അടി താഴ്ചയുള്ള കുഴിയിൽ ഈ മുതല അകപ്പെട്ടു പോയത്? SKN വെണ്ണിയോട് പുഴ എന്ന് പറയുന്നത് കബനി പുഴയുടെ കൈവഴിയാണ്. ആ പുഴയിൽ നേരത്തെ ഇത്തരത്തിൽ മുതലയുടെയും ചീങ്കണിയുടെയും എല്ലാം തന്നെ സാന്നിധ്യമുള്ള പുഴയാണ്. ഇതിനിടയിലാണ് ഇന്ന് വൈകിട്ട് ഇത്തരത്തിലൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് നാട്ടുകാരുടെ. വലിയ പാലത്തിന് സമീപമുള്ള ഒരു വലിയ കുഴിയുണ്ട്. അത് 6 അടിയോളം താഴ്ചയുള്ള കുഴിയാണ്. ആ കുഴിയിലാണ് ഇപ്പോൾ മുതല അകപ്പെട്ടിരിക്കുന്നത്. അതിനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അത് കമ്പളക്കാട് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാട്ടുകാരും ചേർന്ന് അതിനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഈ കബനിപ്പുഴയുടെ വിവിധ മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ മുതലയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കുഴിയിൽ എങ്ങനെ വന്നു പെട്ടു എന്നുള്ളതാണ് എല്ലാവർക്കും സംശയമുള്ളത്. ഒരുപക്ഷെ പുഴയിൽ നിന്ന് കയറി നേരെ അത് കുഴിയിലേക്ക് വീണതാകാമെന്നാണ് കരുതുന്നത്. അതിന് പുറത്തു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത്രയുള്ള കുഴിയാണ്. എന്തായാലും അതിന് പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു വിയോഗത്തിന്റെ വാർത്തയാണ് എനിക്ക് അറിയിക്കാനുള്ളത്. പ്രശസ്ത വ്യവസായി ഷാജി ബേബി ജോൺ അന്തരിച്ചു. കിങ്സ് ഇൻഫ്രാസ്ട്രക്ചർ വെഞ്ചർ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 65 വയസ്സ് പ്രായമായിരുന്നു. മുൻ മന്ത്രിയും RSP നേതാവുമായിരുന്ന ബേബി ജോണിന്റെ മകനാണ്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ സഹോദരനാണ്. ബംഗളൂരുവിലെ മണിപ്പാൽ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഇന്നലെ മൃതദേഹം നാളെ കൊല്ലത്തെ ചവറയിലെ വസതിയിൽ സംസ്കരിക്കും. ശരിക്കും സംസ്കാരം നാളെ നടക്കുക നീണ്ടകര സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലാണ്. റിത്തയാണ് ഭാര്യ. ബേബി ജോൺ ജൂനിയർ, പീറ്റർ ജോൺ എന്നിവർ മക്കളാണ്. എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനായിരുന്നു ഷാജി ബേബി ജോൺ. ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഈ വാർത്താ ചാനലിൻ്റെ ഓഫീസിൽ വന്ന് കുറേ നേരം എന്നോട് സംസാരിച്ചിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു വ്യവസായിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും. എന്നാൽ ഈ ആപൽഘട്ടത്തിൽ നമ്മളെ വിട്ടുപോകുന്ന സുഹൃത്തുക്കൾ ഏറെയായിരിക്കും. എന്നാൽ ആപൽഘട്ടത്തിൽ നമ്മളോടൊപ്പം ഓരം ചേർന്ന് കൂടുതൽ നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു സുഹൃത്തായിരുന്നു ഷാജി ബേബി ജോൺ. ഷാജി എപ്പോഴും എവിടെ നിന്നൊക്കെയോ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതായിരുന്നു വ്യക്തിപരമായൊരു വലിയ നഷ്ടമാണ് എനിക്കുണ്ടായത്. ആ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സഹോദരി ശീലചേച്ചിയൊക്കെ ഇന്ന് വാവിട്ട് കരയുകയായിരുന്നു. അപ്പം കാരണം അവരുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ സ്റ്റാറായിരുന്നു ഷാജി ബേബി ജോൺ. വലിയ നന്മയുള്ളൊരു മനുഷ്യൻ. 65-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയി എന്നുള്ളത് നമ്മളെ വല്ലാതെ സങ്കടപ്പെടുന്നു. ആ കുടുംബത്തിന് ഈ ഒരു വിയോഗം, ഈ ഒരു നഷ്ടം കടന്നു പോകാനുള്ളൊരു മനസ്സും ധൈര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നാളെ ഞാനും ഈ സംസ്കാര കർമ്മത്തിൽ PP ജെയിംസിനൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.